അപ്പോൾ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ശനിയാഴ്ചയൊക്കെ അല്ലേ, അപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരമായി. എല്ലാവരും ലീവൊക്കെ ആയിരിക്കില്ലേ. എനിക്ക് മാത്രം ലീവില്ല കാരണം ഞാൻ ജോലിക്കൊന്നും പോകുന്നില്ല കേട്ടോ. വീട്ടുജോലി തന്നെ, ജോലി ശരണം, വീട്ടുജോലിയേ ശരണം. അപ്പം നമുക്കൊക്കെ ലീവുണ്ട്. അവരൊക്കെ ലീവ്, ഞാൻ ലീവില്ലാത്തൊരു വ്യക്തി. അപ്പോൾ ഇന്ന് ചായക്ക് നമ്മളിപ്പോൾ ചായ എടുക്കാനായി. ചായക്ക് നമ്മളിത് മുട്ട പപ്സായിട്ട് ഉണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കാണണ്ടേ ഇങ്ങനെ ഉണ്ടാക്കണത് കാണാം, തിന്നണത് എല്ലാം കാണാം. വെരി ഇതിലെന്തൊക്കെയാണ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി പീസാക്കിയത്, പിന്നെ വല്യുള്ളി, പച്ചമുളക്, നന്നായിട്ട് വഴറ്റുക. ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഇളക്കലൊന്നും നടക്കുന്നില്ല ഗൈസ്. ഞാനും വരുന്നുണ്ട് പറഞ്ഞ ചട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുക. ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഗരം മസാല ഇട്ടതിന് ശേഷം നന്നായിട്ട് വിടില്ല ഞാൻ എന്ന് പറഞ്ഞ് ഇളക്കുക. ചട്ടി എന്തോന്ന് കളിക്കുന്നത്. ചട്ടി ഉണ്ടെങ്കിൽ നിൽക്ക് ചട്ടി അവിടെ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. നന്നായിട്ട് വേവുന്നവരെ മിക്സ് ചെയ്യുക. ഇനി ഞാൻ വെന്ത് കഴിഞ്ഞിട്ടുള്ളത് കാണിച്ചു തരാം കേട്ടോ. നമ്മളെ കൂട്ടിപ്പോൾ ഇതാണ് വെന്ത് കഴിഞ്ഞ് ഫൈനൽ മിക്സിങ്ങിൻ്റെ കൂട്ടിൻ്റെ, അതായത് ഫില്ലിങ്ങിൻ്റെ ഇത് കേട്ടോ. ഇങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നോക്കാം. വലിയൊരു പാത്രം അടുപ്പത്ത് വെക്കുക. അത് വെള്ളമെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഇങ്ങനെ മുട്ട ചേർത്ത് കൊടുക്കുക. വീണ്ടും മുട്ട വയ്ക്കുക. കുറച്ച് മൈദ എടുക്കുക. എന്നാണ് കുഴയ്ക്കുക. വെള്ളം കൂടിപ്പോയി മക്കളെ, ഇനി എന്ത് ചെയ്യും? കണ്ടോ, മൈദയാണെങ്കിൽ വെള്ളം മൈദ ഇട്ടുക. ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യുക, കുറച്ച് ഗോതമ്പ് പൊടി ഒപ്പിക്കുക. അയ്യോ, പണി പണിയെടുക്കാനില്ലല്ലോ. കട്ട് ചെയ്തോ. ഇനി നോക്കാട്ടോ എന്താകും എന്നുള്ളത്. നമ്മളെ ഉരുളകളൊക്കെ റെഡിയായി. ഇതേ കണക്കിന് പരത്തുക. പരത്തിയിട്ട് ഇതേപോലെ ഇതിൻ്റെ അകത്താണ് നമ്മൾ ഫില്ലിങ്ങൊക്കെ വെച്ച് ക്ലോസ് ചെയ്യണത് കേട്ടോ. ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കാം. നമ്മൾ മുട്ടയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി
ചൂടൊക്കെ ആറ്റിയിട്ട് നമുക്ക് 2 പീസ്, ഒരു മുട്ട 2 പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. ഓക്കേ. നല്ലതായിട്ടൊന്ന് പരത്തി കൊടുക്കുക. നെക്സ്റ്റ് ഈ മുട്ട മുറിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങോട്ട് മറിക്കുക. ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങോട്ട് വെച്ച് കൊടുക്കുക. ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ മുട്ട പപ്സ് റെഡി. നമുക്ക് ഇതേപോലെ എല്ലാം ഇതേപോലെ ആക്കിയെടുക്കാം കേട്ടോ. ചായ റെഡിയായി. നമ്മളെ ഇതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊരിക്കാം. ഇതെങ്ങനെയാണ് കേട്ടോ, ഇത് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടി ഇട്ടിരിക്കുന്നത്. ഉണ്ടല്ലേ, ചട്ടി വെച്ചു. അങ്ങനെ ഞങ്ങള് ഇതുണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. ഞങ്ങള് തിന്നാൻ പോകുക കേട്ടോ. തിന്നാൻ പോകുക കേട്ടോ. and ചൂസേ നല്ല രസമുണ്ട്. എങ്ങനെയുണ്ട് നിഷ് ബേബിയെ? നല്ല രസമുണ്ട്. ഇഷ്ടമായി എനിക്ക്? അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ, സി യു. അപ്പോൾ ചാടിക്കാൻ പോവാണ് കേട്ടോ. പപ്സ് ഇതാ ഉണ്ടാക്കിയ പപ്സ്. അടിപൊളി. നമുക്ക് തിന്നല്ലേ?
ചെമ്പ് കണ്ടിട്ട് ഇതിൽ ചെമ്പിൽ ചായ നിറച്ചിട്ടുണ്ട് വിചാരിച്ചത്. കുറച്ചുള്ളൂ ചായ. കണ്ടില്ലേ? പെപ്സ് ഒരു രക്ഷയില്ല. അടിപൊളി പെപ്സ് കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. ബൈ ബൈ, സി യു. എല്ലാവരും നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഒക്കെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.